നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എംഎൽഎയുമായ സച്ചിൻ ദേവും കെഎസ്ആർടിസി ഡ്രൈവറുമായി ഉണ്ടായ റോഡിൽ നടത്തിയ തർക്കവുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് അന്വേഷണം അന്തിമഘട്ടത്തിൽ. ബസ് തടഞ്ഞതിന് എംഎൽഎക്കെതിരെ നടപടി എടുക്കേണ്ടി വരും. ഈ കേസിൽ മേയറെയും എംഎൽഎയും പ്രതിയാക്കി പോലീസ് കുറ്റപത്രം നൽകുമെന്നാണ് സൂചന. ഇതിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാനാണ് യദുവിനെതിരെ അന്വേഷണം കടുപ്പിക്കുന്നത്. ഡ്രൈവർ യദു അശ്ലീല ആംഗ്യം കാട്ടിയെന്നും അത് ചോദ്യം ചെയ്യുകയായിരുന്നു എന്നും എംഎൽഎയും മേയറെയും വരുത്താനാണ് നീക്കം. എംഎൽഎ സച്ചിൻ ദേവ് ബസ്സിൽ കയറി എന്നാണ് സാക്ഷിമൊഴി. ബസ്സിലെ യാത്രക്കാരാണ് മൊഴി നൽകിയിരിക്കുന്നത്. വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു എന്നും മൊഴിയെടുത്തിട്ടുണ്ട്. എംഎൽഎ ബസ്സിൽ കയറിയ കാര്യം കണ്ടക്ടർ ബസിന്റെ ട്രിപ്പ് ഷീറ്റിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സർവീസ് തടസ്സപ്പെടുത്തിയതിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയപ്പോഴാണ് എംഎൽഎ ബസ്സിൽ കയറിയതും രേഖപ്പെടുത്തിയത്. ഈ രേഖ കെഎസ്ആർടിസിയിൽ നിന്നും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കുറ്റകൃത്യം നടത്തിയതിനാൽ ബസ്സിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാനുള്ള എംഎൽഎയുടെ നീക്കം നിയമം ലംഘനമാണ് എന്ന് വിലയിരുത്തലും ഉണ്ട്. മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എംഎൽഎയും സംഘവും ചേർന്ന ബസ് തടഞ്ഞു നിർത്തുകയും സർവീസ് തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നാണ് യദുവിന്റെ പരാതി. കെഎസ്ആർടിസിയുടെ സർവീസ് തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നും കാർ കുറുകെ ഇട്ടിട്ടില്ല എന്നുമായിരുന്നു ആദ്യഘട്ടത്തിൽ സച്ചിൻ ദേവ് എംഎൽഎയും മേയറും അടക്കം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ കെഎസ്ആർടിസി യാത്രക്കാരുടെ യാത്ര തടസ്സപ്പെടുത്തി അവരെ പാതി വഴിയിൽ ഇറക്കി വിട്ടതിന് യാത്രക്കാർ കേസ് നൽകുകയാണെങ്കിൽ എംഎൽഎ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഈ എംഎൽഎ പറഞ്ഞതിന് എതിരായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തു. ഇപ്പോൾ സച്ചിൻ ദേവ് എംഎൽഎ ബസ്സിൽ കയറി എന്നതിനുള്ള തെളിവാണ് കണ്ടക്ടറുടെ ട്രിപ്പ് ഷീറ്റ്. ഈ കേസിൽ പോലീസ് വിശദ നിയമ ഉപദേശം തേടിയിട്ടുണ്ട്. ഇത് എതിരെയായാൽ ഉടൻ തന്നെ കുറ്റപത്രം നൽകും. അപ്പോഴും മേയറെയോ എംഎൽഎയോ അറസ്റ്റ് ചെയ്യില്ല. അതിന്റെ സാഹചര്യം ഇല്ല എന്നാണ് പോലീസ് നൽകുന്ന സൂചന. അതേസമയം മേയർ ആര്യ രാജേന്ദ്രനും കെഎസ്ആർടിസി ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിലെ സംഭവങ്ങൾ പോലീസ് പുനരാവിഷ്കരിക്കുകയും ചെയ്തു. ഡ്രൈവർ യദു ബസ് ഓടിക്കുന്നതിനിടെ ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന മേയറുടെ പരാതി അന്വേഷണത്തിന്റെ ഭാഗമായാണ് പോലീസിന്റെ ഈ നടപടി. ഇതിലൂടെ യദുവിനെതിരായ കേസ് കടുപ്പിക്കുകയും ചെയ്യും.